കാവ്യ മാധവനും ദിലീപും തമ്മിൽ വിവാഹം കഴിച്ച സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് നല്ല സമയമല്ലായിരുന്നുവെന്നും അതിന്റെ പിന്നാലെ നടന്ന പ്രശ്നങ്ങളാണ് എല്ലാത്തിനും കാരണമെന്നും അദ്ദേഹം വിവാഹം കഴിച്ച സമയത്ത്, അതായത് രണ്ടാമത് വിവാഹം കഴിച്ച സമയത്ത് ദിവസത്തിന്റെ പ്രത്യേകതയും രാഹുകാലവും മാത്രമാണ് നോക്കിയത്. മറ്റ് ജാതക പ്രശ്നങ്ങൾ ഒന്നും തന്നെ നോക്കിയിരുന്നില്ല. എന്നാൽ ദിലീപിന്റെ ഏറ്റവും മോശം സമയത്താണ് ദിലീപ് വിവാഹം കഴിച്ചത്, അതായത് കാവ്യയുമായുള്ള വിവാഹം. അല്ലാതെ കാവ്യയല്ല ഐശ്വര്യക്കേട്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കലിയുഗ ജ്യോത്സ്യനായ സന്തോഷ് നായർ ചില കാര്യങ്ങളൊക്കെ ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവചിച്ചിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ പുറത്തു വരികയാണ്. കാവ്യയെയും ദിലീപിനെയും സ്നേഹിക്കുന്നവരൊക്കെ തന്നെയും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റെടുക്കുകയാണ്. അതായത് ദിലീപിന്റെ മോശം സമയത്തുള്ള വിവാഹമാണ് എല്ലാത്തിനും കാരണം, അല്ലാതെ കാവ്യയുടെ കുഴപ്പമല്ല. ഈ ഒരു സമയം വിവാഹം കഴിക്കാൻ അത്ര ഉത്തമമല്ലായിരുന്നു. ഇത് വിശദമായി തന്നെ പല ജ്യോത്സ്യന്മാരും അന്ന് ദിലീപിന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം ആരംഭിക്കാനിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിന് അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ. അതുകൊണ്ട് തന്നെ ചടപട എല്ലാ തീരുമാനങ്ങളും എടുക്കുകയായിരുന്നു. പഠിത്തവും ഭാവിയുമായി ബന്ധപ്പെട്ട് മീനാക്ഷിയും ഒരുപാട് തിരക്കുകളിലേക്ക് പോകാനിരിക്കുന്ന സമയം കൂടിയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും തിരക്കുകളും മറ്റു കാര്യങ്ങളും മാനിച്ചുകൊണ്ടാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം നേരത്തെ തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ട് പല കാര്യങ്ങളും നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ദിവസത്തിന്റെ പ്രത്യേകതയും മുഹൂർത്തവും മാത്രമേ നോക്കിയിരുന്നുള്ളൂ. ജാതകത്തിന്റെ പൊരുത്തമോ ജാതകത്തിന്റെ ചില കാര്യങ്ങളൊന്നും തന്നെ നോക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. കൃത്യമായി തന്നെ കലിയുഗ ജ്യോത്സ്യൻ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും 3 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നു. അതായത് വിവാഹം കഴിക്കുന്ന ആ സമയത്ത് തന്നെ ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേക്കുറിച്ചൊക്കെ തന്നെയും തുറന്ന് സംസാരിച്ചുകൊണ്ട് കലിയുഗ ജ്യോത്സ്യൻ രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ആ കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ്. അതേസമയം നിരവധി പേരാണ് ഇതിനെ പരിഹസിച്ചുകൊണ്ടും രംഗത്തെത്തിയത്. ഈ കാലഘട്ടത്തിലും ഇത്രമാത്രം കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസിച്ച് വിഡ്ഢിത്തം വിളമ്പുന്നവരുണ്ടല്ലോ എന്നാണ് പലരും പറയുന്നത്. അതേസമയം ഇതൊക്കെ തന്നെയും ശരിയാണ് എന്നും അന്നു മുതൽ തന്നെയാണ് ദിലീപിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അരങ്ങേറിയത് എന്നുമാണ് ദിലീപിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും പറയുന്നത്. ജ്യോത്സ്യന്റെ ശ്രദ്ധ നേടുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കല്യാണം ഈ സമയത്ത് നടക്കാൻ പാടില്ല. ഈ സമയം കുറച്ച് മോശമാണ്. ദിലീപിന് കാരാഗ്രഹവാസം വരെ ഉണ്ടാകും. ഇതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ തന്നെയും പിന്നീട് ദിലീപിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട് എന്ന് നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത്.